ബയൺ വേഴ്സസ് PSG മാച്ചിൽ PSG ക്ക് ചെയ്യാം. അതെ, ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ആണ്, പക്ഷേ PSG ജയിച്ചു. സോ ഫൈനലിലേക്ക് കടന്നു. സോ ഈ വരുന്ന മെയ് 30 മാച്ച് ആയിരിക്കും ഫൈനൽ. പക്ഷെ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ PSG വേഴ്സസ് ബയൺ മത്സരത്തിനെ കുറിച്ച് പറയാനുള്ളത്, റഫറിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശം ഡിസിഷൻസ് ഉണ്ടായതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഗെയിം മൊത്തത്തിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗ് തന്നെ ഒരുമാതിരി ഫിക്സ് ചെയ്ത പോലെ എനിക്ക് സംടൈംസ് തോന്നാറുണ്ട്. പലർക്കും കുറേ ആൾക്കാർക്ക് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ, കുറേ ചാമ്പ്യൻസ് ലീഗ് പലർക്കും ഉണ്ട്. അങ്ങനെയാണോ കിട്ടിയെന്ന് ഇന്നലത്തെ കളി കണ്ടപ്പോഴാണ് കറക്റ്റ് ക്ലിയർ ആയത്. ചാമ്പ്യൻസ് ലീഗ് ആയിരിക്കും വിലക്ക് വാങ്ങാൻ പറ്റും വരെ തോന്നിപ്പോവുക. കാരണം റഫറി അത്രയും മോശം ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അതെ അതെ, ഡെംബലേന്റെ ഭാഗത്ത് ആദ്യം തന്നെ ഗോൾട്ട്, 3-ാം മിനിറ്റിൽ ഡെംബലെ ഗോൾട്ട്, പിന്നെ ഇഞ്ചുറി ടൈമിൽ ഹാരികൻ ഒരു ഗോൾട്ട്, അതിന്റെ ഇടയ്ക്ക് കുറച്ച് നേരം കളിച്ചു. അതെ, ഹവ്രസ്കേലി ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സോ രണ്ട് ടീമിനെയും കുറച്ച് കാണാൻ പറ്റിയില്ല. ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമാണ്, പക്ഷേ റഫറിങ് വളരെ മോശമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രക്കൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതി കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം VAR ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. റഫറിയുടെ തീരുമാനം എപ്പോഴും അന്തിമമായിരിക്കും. അത് നമ്മൾക്ക് അതെ, PSG 2 കപ്പ് അല്ലെങ്കിൽ ആർസണൽ 1 കപ്പ് എന്നുള്ള പദ്ധതിയാണ് ഇവിടെ നടത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റയർ ചാമ്പ്യൻസ് ലീഗിൽ ദിസ് സീസൺ, മേ ബി അനദർ സീസൺസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നാളായിട്ട് കപ്പ് കിട്ടില്ലല്ലോ, അതിന്റെ ഒരു ടെൻഷൻ. നമുക്ക് എന്തായാലും 2 കൊല്ലമായിട്ട് ഒരു കപ്പും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടില്ല. മേജർ കപ്പ് ഇപ്പൊ കോപ്പ ഡെൽ റേ ഉണ്ടോ, ലാ ലീഗ് ഉണ്ടോ, ചാമ്പ്യൻസ് ലീഗ് ഉണ്ടോ? കഴിഞ്ഞ 2 വർഷമായിട്ട് റയൽ മാഡ്രിഡ് ഇല്ല. ഈ വർഷവും കഴിഞ്ഞ വർഷം ഇല്ല, 2 വർഷമായിട്ടല്ല. 2 വർഷമായിട്ടെന്ന് പറയുന്നത് സീസൺ കഴിഞ്ഞ സീസൺ അതാണ് ഉദ്ദേശിച്ചത്. ഇല്ല. സോ ഇത് തന്നെ പറയാനുള്ളത്, റഫറിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും മോശമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അല്ല, ലാലിഗ ഞങ്ങൾ ജയിപ്പിച്ചത് നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ തോക്കുന്നതോ PSG മാച്ച് കാണാം മെയ് 30. സോ ഡിഫൻസ് വേഴ്സസ് അറ്റാക്ക്. കാണാം ആർസണൽ 1 കപ്പ് കിട്ടുമോ, അല്ലെങ്കിൽ PSG രണ്ടാമത്തെ UCL കിട്ടുമോ. സോ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കും UCL. അതെ അതെ, കഴിഞ്ഞ ഇയറും അടിച്ചു, ഇനി ഇയറും അടിക്കാം കണ്ടറിയാം. അപ്പോൾ PSG പോയതിനു ശേഷം PSG നന്നായ പോലെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കവരത്കേലി ആണെങ്കിലും ചക്കനൊക്കെ എന്നാ കളിയെ കളിക്കണം. ഇന്നലെ എന്നല്ല ഈ സീസൺ ആൻഡ് കഴിഞ്ഞ സീസണൊക്കെ കവരത്കേലിയ എടുത്തു പറയേണ്ട പേരാണ്. ഡെംബലെ ആണെങ്കിലും അതെ, എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. എംബാപ്പെ PSG പോയപ്പോൾ PSG നന്നായ പോലെയാണ്. ഇപ്പോൾ കരക്കമ്പി എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ റയൽ മാഡ്രിഡ് എനിക്ക് പറയാനുള്ള, ഡെംബലെ ബാഴ്സലോണയിലായിരുന്നു പണ്ട് കളിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ PSG നല്ലോണം കളിക്കുന്നുണ്ട്. ഡെംബലെ ബാഴ്സലോണ ആയപ്പോൾ ഫുള്ള് കടപ്പിൽ, ഇനി അതെല്ലാവർക്കും അറിയാം. അല്ല, ഡെംബലെ ബാഴ്സലോണക്കാരെ കളിയാക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം മെയ് 30 എന്ത് നടക്കൂ ഇല്ലയോ എന്ന്. നിർത്തിപ്പോടാ, കുറെ നേരമായി.